അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തി വേറെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ വളരെ ഹേർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ട് ചിലവരുടെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ 1% ആളുകളിൽ അവിടെ ഈ വ്യക്തി വേറൊരു ബന്ധത്തിൽ പെട്ടിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, റീഡിംഗ് മുഴുവൻ കേൾക്കാം. ഈ ഒരു ഡയലോഗോടുകൂടി അയ്യോ അല്ല നശിച്ചേ ഇനി എനിക്ക് ജീവിക്കണ്ടേ എന്ന് പറഞ്ഞ് ഓടിപ്പോകണ്ട. റീഡിംഗ് കേൾക്കാം നിങ്ങൾ. 1% ആൾക്കാർക്ക് അത് നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും അത് വ്യക്തമായിട്ടുണ്ടായിരിക്കണം. അവരുടെ പെരുമാറ്റത്തിലോ അവരുടെ ചില കാര്യങ്ങളിലൂടെ നിങ്ങൾക്കതൊരു സംശയമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു റീഡിംഗ് എത്തിപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ സത്യം അറിയണം എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ 1% ആളുകളിൽ അത് കാണുന്നുണ്ട്. ടൈം വിത്ത് ഫ്രണ്ട്സ് അവർ ഓൾറെഡി മൂവിങ് ഓൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ലിവിങ് ഇൻ ദ മൊമെൻറ്റ് ഹാവിങ് ഫൺ. ഓക്കെ, 1% കേട്ടോ പറയുന്നത്. 1%. ബാക്കി എല്ലാവരുടെ കേസസുകളിലും 99% അല്ലെങ്കിൽ 99.5%, 0.5% പറയാം. അല്ലെങ്കിൽ ഈ കാണുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും 1-2 പേരുടെ ലൈഫിൽ മാത്രമാണ് നിങ്ങളുടെ വ്യക്തി വേറൊരു ബന്ധത്തിൽ പെട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ എന്താ പറയുക, നിങ്ങൾ വിളിക്കുമ്പോൾ എല്ലാം ബിസി ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ട സമയത്തൊന്നും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. വാട്സപ്പിൽ ലാസ്റ്റ് സീനൊക്കെ വളരെ ലേറ്റായിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ലാസ്റ്റ് സീനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു എനർജി ചിലവരുടെ കാണിക്കുന്നുണ്ട് പെട്ടെന്ന്. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ അല്ലെങ്കിൽ വിളിക്കുമ്പോഴൊക്കെ ഓഫീസ് സംബന്ധമായിട്ടുള്ള, ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സംബന്ധമായിട്ടുള്ള തിരക്കുകൾ പറഞ്ഞിട്ട് അവർ ഒഴിയുന്നുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്കത് കുറേയൊക്കെ അവരുടെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അവരിൽ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേർഡ് പാർട്ടി റിമൂവൽ ഉപയോഗിച്ച്, ഇതിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് കുറച്ചായിട്ട് കാണുന്നത്, നിങ്ങൾക്ക് തേർഡ് പാർട്ടി റിമൂവൽ സ്പെൽ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ടത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത് 0.5% ആളുകളിൽ മാത്രമേ നമ്മൾക്കത് കാണുന്നുള്ളൂ. ഏറി വന്നാൽ 1-2 അല്ലെങ്കിൽ മാക്സിമം 10 പേരുടെ എനർജി ഞാൻ പറയാം. പക്ഷെ ബാക്കിയുള്ളവരുടെയൊക്കെ ലൈഫിൽ അങ്ങനെ ഒരു ബന്ധത്തിൽ പെട്ടു നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു ചാൻസസ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ബന്ധത്തിൽ പെട്ടുപോകാനുള്ളൊരു ചാൻസസ് അവരുടെ ലൈഫിൽ വന്നിരുന്നു. പക്ഷെ അവരത് വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കിയിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് എന്തോ ഒരു അവരിൽ അല്ലെങ്കിൽ വേറൊരു ബന്ധത്തിൽ കുടുങ്ങാൻ നേരം അവരുടെ ആ സോള് ഓക്കെ പിറകിലോട്ട് അവരെ വലിച്ചിട്ടുണ്ട്. ഒരു ഹേർട്ട് ബ്രോക്കൺ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ, കാരണം നിങ്ങളെന്ന വ്യക്തി അവർക്ക് വേണ്ടി നിങ്ങൾ എത്രത്തോളം എന്താ പറയുക, എനിക്ക് അതിന് ഡയലോഗ്സ് ഒന്നും കിട്ടുന്നില്ല. നിങ്ങളെപ്പോലെ വേറൊരാളും അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം അതൊന്നും പ്രതീക്ഷിക്കാതെ നിന്നിട്ടുള്ള വ്യക്തി അത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള തോട്ട്സ് ആ പേഴ്സൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനൊരു മനസ്സിൽ ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിൽ മുമ്പോട്ട് കാണിക്കുന്നത്, നിങ്ങളോട്ട് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു ഇൻട്രാക്ഷൻസ് ഇല്ല അല്ലെങ്കിൽ അവോയ്ഡിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലേക്ക് അവർക്ക് പോകാൻ താല്പര്യമില്ല എന്ന് കാണിക്കുന്നുണ്ട്. പോകാനുള്ള സാഹചര്യം വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. ആൻഡ് ചില വ്യക്തികൾ അവരെ അതിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ നന്നായിട്ട് തന്നെ വേണ്ടാന്ന് വെച്ചിട്ടുള്ള സ്ഥിതിയും കാണിക്കുന്നുണ്ട്. ചിലവർ അവരിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നിട്ട് പോലും അവരുടെ സിറ്റുവേഷൻസ് അങ്ങനെ പോകാനായിട്ടുള്ളൊരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് ഒഴിവാക്കിയിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യൂണിവേഴ്സ് ആ കാര്യത്തിൽ കുറച്ച് ബ്ലോക്കിങ് വെട്ടിയിട്ടുണ്ട് ചിലവർക്ക്. കാരണം അവരിപ്പോൾ വേറൊരു ബന്ധത്തിലേക്ക് പോകാനായിട്ടുള്ളൊരു സാഹചര്യമല്ല, അല്ലെങ്കിൽ അത് പാടില്ല എന്നുള്ളത് യൂണിവേഴ്സിന് അവിടെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിനുള്ള പാലം യൂണിവേഴ്സ് നടക്കുന്നിട്ട് വെട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ കുറേ പേർക്ക് മിററിങ് എനർജി കാണുന്നുണ്ട്. ഒരുപാട് അതായത് മനസ്സിൽ
വിഷമങ്ങൾ തട്ടിയിട്ടുണ്ട്, ഹേർട്ട് ബ്രോക്കൺ കിട്ടിയിട്ടുണ്ട്, ആൻഡ് വൂൺസ് വന്നിട്ടുണ്ട്. അതായത് മനസ്സിനെ കീറി മുറിച്ചിട്ടുള്ളൊരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് തന്നെ ഒരു ഡിവൈൻ കണക്ഷൻ അല്ലെങ്കിൽ ദൈവാധീനമുള്ളൊരു കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട് കുറേ പേർക്കും. നിങ്ങൾ പല സിറ്റുവേഷനിലും എന്താ പറയുക, രക്ഷപ്പെട്ടിട്ടുണ്ട് പലവരുടെ മുമ്പിൽ നിന്നും ഈ റിലേഷൻഷിപ്പ് വെളിപ്പെടാതെ. ഓക്കെ, കുറച്ച് പേർക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞൊരു റീഡിങ്ങിൽ നമുക്ക് കിട്ടിയിരുന്നു ടോക്സിസിറ്റി നന്നായിട്ടുണ്ട്, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രീതിയിലേക്കാകുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവ് നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഫിയർ, ഈഗോ ഇഷ്യൂ, ജലസി, സെൽഫായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ഇത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നായിരിക്കുമോ, രണ്ടുപേരുടെ ലൈഫിനെ അത് ബാധിക്കുമോ എന്നുള്ളൊരു പേടി ഈ പേഴ്സണിൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ രീതിയിൽ കുറച്ച് പേർക്ക് അവഗണന അല്ലെങ്കിൽ നീക്കി നിർത്തപ്പെടുക എന്നുള്ള കാര്യത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, പണ്ടൊക്കെ നിങ്ങളുടെ പിന്നാലെ നടന്നല്ലെങ്കിൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന പേഴ്സൺ ആയിരിക്കും ഇപ്പോൾ വളരെയധികം മാറി തുടങ്ങിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇതൊരു ഹീലിങ്ങിൻ്റെ ടൈമാണ്, ടൈം ടു ഹീൽ എന്നുള്ളൊരു കാര്യം നമുക്ക് അഗെയിൻ വരുന്നുണ്ട്. ആൻഡ് അഗെയിൻ നമുക്ക് കഴിഞ്ഞൊരു റീഡിങ്ങിൻ്റെ എനർജി തന്നെയാണ് വരുന്നത്. റിപ്പീറ്റേഷൻ എന്ന് വരുന്നുണ്ട്. നിങ്ങളിതിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് പേരുടെ ഞാൻ പറഞ്ഞിരുന്നു, കുറച്ച് പേർക്ക് അവിടെ സംഭവം വന്നിട്ടുണ്ടെന്നുള്ളത്. അത് ഞാൻ പറഞ്ഞത് ഡേറ്റ് എന്നുള്ളൊരു കാർഡ്, മീറ്റിംഗ് സമ്മൺ ന്യൂ, ഡേറ്റിംഗ്, ഗെറ്റ് ബാക്ക് ഔട്ട് ദർ ആൻഡ് പ്ലാൻ സെറ്റ് എ ഡേറ്റ്. വളരെ ന്യൂ എനർജിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, തുടങ്ങിയിട്ടേ ഉള്ളൂ. മുളയിലെ നുള്ളിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രശ്നമുണ്ടായിരിക്കില്ല. അവിടെ പോയിട്ട് നിനക്ക് ഇനിയിപ്പോൾ വേറെ പെണ്ണിനെല്ലാം കിട്ടി, അല്ലെങ്കിൽ നിനക്ക് വേറെ ഒരു ആണിനെ കിട്ടിയില്ലേ, വേറൊരുത്തനെ കിട്ടിയില്ലേ, വേറൊരുത്തിയെ കിട്ടിയേ, അങ്ങനെയും പറഞ്ഞിട്ട് പോയി തല്ലൊന്നും പിടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ ഇതാവുള്ളൂ. ഇത് സോൾമേറ്റ്സ് എനർജിയാണ് കാണിക്കുന്നത്. എന്തായാലും സോൾ കോൺട്രാക്റ്റ് ആണ്, പാർട്ട്ണർഷിപ്പ് കാണിക്കുന്നുണ്ട്, അഗ്രിമെൻ്റ് കാണിക്കുന്നുണ്ട്. ചിലവർക്ക് മണി റിലേറ്റഡ് ആയിട്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, ജോബ് റിലേറ്റഡ് ആയിട്ട് പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഓൺലൈൻ, അതായത് ഫോണിലൂടെ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇതിൽ കിട്ടുന്നുണ്ട്. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും നല്ല രീതിയിലൊരു സ്റ്റെബിലിറ്റി, ഒരു ഗ്രോത്ത്, ഫ്ലെക്സിബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്.